അടുത്തൊരു ചോദ്യം, സമസ്തയുടെ കീഴിലുള്ള പള്ളിക്ക് സ്ഥലം എഴുതി കൊടുക്കാമോ? അങ്ങനെ ചെയ്താൽ ജാരിയായ സദക്ക എന്നതിലുപരി അവിടെ നടക്കുന്ന ഷിർക്ക് ബിദ്അത്തുകളുടെ കുറ്റം ലഭിക്കുമോ? അങ്ങനെ ചെയ്യുന്ന ഒരു ഉമ്മയെ നിരുത്സാഹപ്പെടുത്താൻ പറ്റുമോ എന്നാണ്. ഇവിടെ നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ മതി. നമ്മൾ സമസ്തക്കാണ് മസ്ജിദ് വഖഫ് ചെയ്യാൻ വേണ്ടി മസ്ജിദ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മസ്ജിദിനോട് കാണിക്കേണ്ട ഹക്ക് അവർ ചെയ്യുകയില്ല. അതിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹു തആല പറഞ്ഞ കാര്യമാണ്, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹ്ക്ക് പുറമെ ഒരാളോട് നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. ഈ കാര്യം തന്നെ, മസ്ജിദിന്റെ അടിസ്ഥാനം തന്നെ അള്ളാഹ്ക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ് സൂറത്തുൽ ജിന്നിൽ പറഞ്ഞത്. അത് തന്നെ ഇല്ലാതാക്കി കളയുന്നതാണ്. അല്ലെ, മസ്ജിദിന്റെ അകത്ത് വെച്ചിട്ട് പോലും എന്തിനാണ് മൊഹിദ്ദീൻ ഷെയ്ഖിനെയും റിഫായി ഷെയ്ഖിനെയും മമ്പുറം തങ്ങളെയൊക്കെ വിളിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം മസ്ജിദുകളിൽ. അതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ആരാധിക്കേണ്ട മസ്ജിദുകളിൽ അവരെന്ത് ചെയ്യാണ്? അല്ലാത്ത ആളുകൾ വിളിക്കുകയാണ്, സഹായം തേടുകയാണ്. ഇനിയോ അത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇതിനൊരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ലല്ലോ. അതിന് പുറമെ ബിദ്അത്തുകൾ, എല്ലാ രൂപത്തിലുള്ള ബിദ്അത്തുകളും സഹോദരങ്ങളെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളും ഇത്തരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഉമ്മയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തീർച്ചയായും നിരുത്സാഹപ്പെടുത്താം. എന്നിട്ട് എന്ത് ചെയ്യുക? അവർ ഏതായാലും ഒരു മസ്ജിദ് ഉദ്ദേശിച്ചതാണ്, അതൊരു വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അതിനൊരു മസ്ജിദ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ മാർഗത്തിൽ പോകുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മസ്ജിദായി നിശ്ചയിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് അവരുടെ ഖബറിലേക്കും പരലോകത്തേക്കും ഒക്കെ വലിയ മുതൽക്കൂട്ടായി അത് തീരുന്നതാണ്.